ഹലോ ഗൈസ്, എലോൺ ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ്. കോയമ്പത്തൂർ ടൗണിൽ നിന്നും വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങൾ. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശായോഗി ഫൗണ്ടേഷൻ, പിന്നെ വരുന്നത് സിർവാണി വാട്ടർഫോൾസ്, പിന്നെ വെല്ലിയാങ്കിരി മൗണ്ടെയിൻ ഉണ്ട്. ഇത് മൂന്നിലേക്ക് നമ്മൾ പോണില്ല. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഈശായോഗിയിലേക്ക് മാത്രമാണ്. പല പല ഘട്ടങ്ങളായിട്ടാണ് ഓരോ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയുക. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈശ ഫൗണ്ടേഷനിലേക്കാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തവർ, അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1992 സദ്ഗുരു എന്ന് പറഞ്ഞൊരു ഗുരു ഫോം ചെയ്തൊരു സ്പിരിച്വൽ ട്രസ്റ്റാണിത്. അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ സ്പ്രെഡ് ചെയ്യുക, സാമൂഹിക ഉന്നമനം, പിന്നെ പരിസ്ഥിതിനെ സംരക്ഷിക്കുക. ഈ 3 ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങിയൊരു ട്രസ്റ്റാണിത്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും മനസ്സിലും തോന്നുന്ന ഒരു ചിന്തയാണ് ഈ ആശ്രമത്തിൽ എന്താണ് ടൂറിസ്റ്റിൻ്റെ ഇതെന്ന്. ആശ്രമത്തിൽ പോയിട്ട് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്, കണ്ടറിയേണ്ട കാര്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഒരു സാധനം ഉണ്ട്, വേൾഡ് ഗിന്നസ് ബുക്കിൽ കയറിയൊരു പ്രതിമ ഇവിടെ ഉണ്ട്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ അപ്പുറത്ത് പിൻ ചെയ്ത് കാണിക്കാം. ഈശായോഗി ഫൗണ്ടേഷൻ സ്ട്രൈറ്റ് തന്നെ. ഓക്കെ, നമ്മൾ പോയത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിരിക്കുന്നുണ്ട്. നല്ല ജിൽ ഏരിയയിലെ പാട്ടിൻ്റെ കൂടി ഒരു കുറവുള്ള കോപ്പിറൈറ്റ്. അടിപൊളി പാർക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കുഴപ്പമില്ല, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു പാർക്കാണ്, പക്ഷേ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിങ്ങാണ്. ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. കണ്ടോളൂ 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 കണ്ടോളൂ. ഇനി ഇവിടുന്ന് എന്തോരം ട്രാവൽ ചെയ്യണോ? അതായത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങോട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ഇട്ടാ. ഇനി ഇവിടെ നിന്നുള്ള ജേണി എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഇവിടം വരെ ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഈ ഈശായോഗി സെൻറ്റർ, ഈശായോഗി ഫൗണ്ടേഷൻ കാണാൻ വേണ്ടി വരുന്നവർക്ക് നേരെ ഉക്കടം പിടിക്കുക, മാപ്പിൽ ഉക്കടടിക്കുക. ഉക്കടത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ലെഫ്റ്റ് പിടിച്ചാൽ മതി. ഉക്കട സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈശായോഗിക്കുള്ള വഴിയാണ്. ഈ വഴിയിൽ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം.
പാലക്കാടേക്ക് ഇങ്ങോട്ട് പോകാം, പൊള്ളാച്ചിക്ക് അങ്ങോട്ടും പോവാം. അപ്പം നമുക്ക് ചോദിക്കാം. അണ്ണാ ईशा योगी இப்படி தானே? ईशा ലെഫ്റ്റ് പിടിക്കണോ? ഓക്കെ, സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് അടിക്കാനേ പറയുന്നത് കേട്ടോ. ഓ ദൂരി കറക്റ്റ് അല്ലേ പറഞ്ഞെന്നാ? ആ ഇനി വീണ്ടും ട്വിസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഊക്കടത്തു നിന്ന് ലെഫ്റ്റ് പിടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ വഴി കുറേ ത്രൂഔട്ട് ഓടിക്കുക. അപ്പോൾ ഒരു സർക്കിൾ വരും. ഞാൻ മുന്നേ കാണിച്ചെന്ന സർക്കിളിൽ ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് അടിക്കുക. റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ കയറി ചെല്ലുമ്പോൾ ഒരു വഴി കാണും. ഇതേ കാണുന്ന വഴിയാണ്. ഈ വഴിയിൽ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് പിടിക്കുക. സിമ്പിളാണ്, പക്ഷേ ജവ പവർഫുള്ളാണ്. ഒരു വട്ടമൊക്കെ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് പോകാന്നുള്ളത്. മാപ്പ് ഇടാണ്ട് വരുന്ന ഒരു കണപ്പ് ഈ റൂട്ട് ഇങ്ങനെ പറയുന്നത്. ഇഷാക്കിലേക്ക് നമ്മൾ ഈ വഴിയിൽ നിന്ന്, അതായത് ഈ വഴിയിൽ നിന്ന് നമ്മൾ റൈറ്റ് പോരുതിട്ടാ, ലെഫ്റ്റ് എന്ത് ഡാമാണത്. ഒന്നുകൂടി വെറുതെ എന്തെങ്കിലും ഓണങ്ങളടുത്ത് ചോദിച്ചു നോക്കാം. ഡബിൾ കൺഫർമേഷൻ ചോദിച്ചിട്ട് പോകാം. ആണോ ईशा योगी എപ്പടി? ईशा योगी സ്ട്രൈറ്റ് തന്നെ? ഓക്കണ. വഴി ഈസ് ടു ബാഡ്. ചെറുകിട്ട് കൊണ്ടറങ്ങാനായിട്ട് പൈക്കന് പോവാം. വഴിയിടാറോ ടൂറിസ്റ്റ് മാമന്മാർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ വേണ്ടി വന്നോ? സെക്കൻഡിൽ പോവാം, അത് നല്ലത്. ഓഫ് റോഡിങ് റിപ്പബ്ലിക് ഡേ ആയിട്ട് മുടക്ക് കൊടുത്തില്ലേ കൊച്ചങ്ങളെ നിങ്ങൾക്ക്? ആ ഒന്നുമില്ല. അപ്പം എനിക്കൊരു കാര്യം കത്തി. ഈ വഴി നമ്മൾ കയറി വരുമ്പോൾ നേരെ ബോർഡ് നോക്കാം കേട്ടോ. കണ്ടോ, പേരൂർ കുട്ടാന്തി. പേരൂർ പട്ടിയെ മാറാം. വലിയ ഹൈവേ ഒന്നല്ലടാ, സാധാരണ റോഡാണ്. ശ്രദ്ധിച്ചോടിക്കുക, ആര് വരുന്നെങ്കിലും ശ്രദ്ധിച്ചോടിക്കുക. നമ്മളിപ്പിനി ഇവിടുന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്ററോളം കണ്ടിന്യൂസ് സ്ട്രൈറ്റ് റോഡാട്ടോ. അതായത് ഇനി ഡീവിയേഷനും വരില്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. സിറുവാണി 33 കിലോമീറ്ററാണ് സിറുവാണിക്ക്. അതായത് നമുക്കിപ്പോൾ ईशा योगी കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറുവാണി എന്ന് പറഞ്ഞൊരു വേറെ ടൂറിസ്റ്റ് പ്ലേസും കൂടി ഉണ്ട്. കോയമ്പത്തൂർ മിനിമം 1 ഡേ ടൂറിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഇത്. കോയമ്പത്തൂർ മാത്രമല്ല, കേരളത്തിലുള്ളവർ വന്ന് കാണേണ്ട സ്ഥലം കൂടിയാണ് ഇത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി പന്നം മോശം വഴിയാട്ടാ. വായയിലേക്ക് വരെ പൊട്ടിടിച്ചു.
അവസാനം നമ്മൾ കണ്ടൊരു ബോർഡ് ആദിയോഗിയുടെ ബോർഡ് കൊണ്ടുപോകണ്ട. ഇവിടെ നിന്ന് നമുക്ക് സംഭവമായി 17 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷൻ റീച്ചാകും. നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന സീനറികളൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഒരു ഗ്രാമപ്രദേശത്തെ കാഴ്ചകൾ മാത്രം തന്നെ ഉള്ളത്. നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എന്തായാലും തീർച്ചയായും ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ ഈഷ ഫൗണ്ടേഷനെ കുറിച്ചും ആ സ്റ്റാച്ചുവിനെ കുറിച്ചൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു മണ്ടത്തരം പറ്റിനെ ഗോപ്രോൻ്റെ ബാറ്ററി ബാക്കപ്പ് തീർന്നുകൊണ്ടേ നമുക്ക് ആ ഈഷ ഫൗണ്ടേഷൻ്റെ എൻട്രി പോയിൻ്റ് നമുക്ക് വീഡിയോ കിട്ടിയില്ലേ. നിങ്ങൾക്കത് ജസ്റ്റ് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതാണ് ഈഷ യോഗയുടെ എൻട്രൻസ് പോയിൻറ്റ്. മെയിനായിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ശിവലിംഗം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ സീനറി എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ സീനറി പ്രത്യേകിച്ചില്ല. എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മല ഉണ്ട്, പ്രത്യേകിച്ചൊന്നും എടുത്തു പറയത്തക്ക സാധനങ്ങളൊന്നും ഇല്ല. ഈ ഈഷ ഫൗണ്ടേഷൻ ഇത്രയും ഫേമസ് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവൻ്റെ സ്റ്റാച്ചു തന്നെയാണ്. ഏകദേശം ഒരു 2 വർഷത്തോളം എടുത്തു ഇതിൻ്റെ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഇത് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം കൂടി വേണ്ടി വന്നു. ഇതിൻ്റെ ഇന്നാഗുറേഷൻ നിർവഹിച്ചിരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി ആയിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ മിസ് ചെയ്താലും ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന് മാത്രം കാണാനുണ്ട് ഈ പ്രതിമ. ഈ സ്പോട്ട് എന്തായാലും കമ്പൽസറി ആയിട്ട് ഒരാൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സീനറികളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ സ്റ്റാച്ചു എന്തായാലും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏകദേശം നമ്മളെ ഇതിൻ്റെ എൻട്രി പോയിന്റിൽ നിന്ന് ഈ സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലം വരെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം ഏകദേശം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അറിയില്ലെങ്കിലും നമുക്ക് ആ നടന്നതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വണ്ടി വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ഈ ആദിയോഗി വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോർണിംഗ് ഒരു 6 മണി തൊട്ടേ നമുക്ക് എൻട്രി ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊരു 9 മണിക്കുള്ളിൽ ഇത് വിസിറ്റ് ചെയ്ത് പോകണ പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം വെയിലിൻ്റെ ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് വരാം. ഈവനിങ് ഒരു 5:30 ഒരു 6 മണി തൊട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് കാണാം. ആ ഒരു ടൈം സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെയിലിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ നല്ല രീതിയിൽ വന്ന് സ്റ്റാച്ചു കണ്ടിട്ട് പോകാം. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. വിശ്വാസികൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് തീർത്തൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ കൂരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപജപിയോ കൂട്ടിയിട്ട് അലക്കി കൊണ്ടുപോകും, ദൈവത്തിനറിയാം. രക്ഷയില്ലാട്ടാ. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. റെഡിക്ക് ഈ ശില്പിക്ക് 100-ൽ 100 മാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വെയില എന്നാലും നമ്മൾ അറിയാണ്ട് തന്നെ ഈ ഇതിൽ ഇങ്ങനെ നോക്കി നിന്ന് പോകും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ നിന്ന് നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത്രമാത്രം നമ്മൾ പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന്. ഇതിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡാട്ടോ. ബാക്ക് സൈഡ് മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. ഏകദേശം ഫുള്ള് ചുറ്റപ്പെട്ട് കിടക്കുന്നതൊക്കെ കൃഷി അനുബന്ധമായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഈ വഴി ഇങ്ങനെ നേരെ അങ്ങോട്ട് വരെ പോവുന്നുണ്ട്. പക്ഷെ അത് വേറെ ഒന്നുമില്ല. അവിടെ ഒരു 2 സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. പുറത്ത് പോയിട്ട് കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതും പെർഫെക്ഷൻ തന്നെയാണ്. ഒന്നിലൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇവർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റോ അങ്ങനത്തെ മെറ്റീരിയലൊന്നുമല്ല. ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം ഹാർഡ് മെറ്റീരിയലാണെന്ന് നമുക്കറിയാൻ പറ്റും. ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇത്രയും പെർഫെക്ഷനോടുകൂടി സ്റ്റാച്ചു ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് വരണമെങ്കിൽ മാക്സിമം ഈവനിങ് ടൈം തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഈവനിങ് ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് അധികം ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നില്ല. കുറേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവിടെ പ്രത്യേകിച്ച് അപ്പുറത്തൊന്നും ഇല്ല. അവിടെ വെറുതെ 2 സ്റ്റാൾ മാത്രമേ ഉള്ളൂ. നോക്കിയിട്ട് അവസാനം തട്ടിത്തടഞ്ഞു വിടണ്ടിരുന്നാൽ മതി. എൻ്റെ ചേട്ടാ അപമാനിക്കില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട്. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടാ. ഫ്രണ്ട് സൈഡിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത് നിർത്ത വീഡിയോ ആട്ടത്. ലുക്ക് രക്ഷയില്ലടാ, അടിപൊളി ലുക്ക്. ഇങ്ങോട്ട് അമ്പലം ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അത് പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ പോവാം. നമുക്കതിന് സമയവും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളതിന് നിൽക്കണില്ല. അപ്പോൾ ഈ ഷോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒരു മണിക്കൂർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമുക്ക് ഈ സ്റ്റാച്ചു മസ്റ്റ് വിസിറ്റാണ്. നമുക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് പോവാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഹലോ ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ടേക്ക് കെയർ.